നമസ്കാരം. നിങ്ങളുടെ എല്ലാവരുടെ ഹീറോ നിങ്ങളുടെ അച്ഛനല്ലേ? അതുപോലെ തന്നെ എൻ്റെ ഹീറോയും എൻ്റെ അച്ഛനാണ്. എൻ്റെ അച്ഛനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വിശ്വരാജനെ കുറിച്ച് പറയണം. ആരാണ് ഈ വിശ്വരാജൻ? നിങ്ങൾക്ക് ചെറിയൊരു സംശയം തോന്നിയില്ലേ? പറയാം. പാത്തുമ്മയ്ക്ക് ഒരു ആടുണ്ടായിരുന്നു, എൻ്റെ ഉപ്പുപ്പന ഒരു ആനയുണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലെ എൻ്റെ അച്ഛനൊരു പട്ടി ഉണ്ടായിരുന്നു. അത് ഞാനല്ല കേട്ടോ, അവന് അച്ഛനിട്ട പേരാണ് വിശ്വരാജൻ. സാധാരണ ഈ പട്ടിക്കൊക്കെ ടൈഗർ, ലൂസി, അപ്പു, കിപ്പു ഇങ്ങനെയൊക്കെയാ പേരിടാറ്. എൻ്റെ അച്ഛൻ എന്തുകൊണ്ടാണ് ഈ പട്ടിക്ക് വിശ്വരാജൻ എന്ന് പേരിട്ടേറിയോ? എൻ്റെ അച്ഛൻ നല്ല ഒന്നാം തരം ഒരു തേപ്പുകാരനായിരുന്നു. അല്ല, നിങ്ങൾ ഉദ്ദേശിച്ച തേപ്പല്ല, എൻ്റെ അച്ഛൻ നല്ല ഒന്നാം തരം മേശിരിയായിരുന്നു. അപ്പം അച്ഛൻ്റെ കൂട്ടത്തിൽ ഈ മേശിരിപ്പണിക്ക് പോകുമ്പോൾ ഒരു കയ്യാളുണ്ട് കൂടെ. ആരാന്നറിയാവോ? തമിഴ്നാട്ടുകാരനായി വിശ്വരാജൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും നല്ല ആത്മാർത്ഥമായിട്ടുള്ള കൂട്ടുകാരാണ്. ഒരിക്കലും വിട പറയാത്ത നല്ല ചങ്കുകളായിരുന്നു. പക്ഷേ എന്തിൻ്റെയോ പേരിൽ ഇവർ തമ്മിലൊന്ന് തെറ്റി. കാരണം ഇത്രയേ ഉള്ളൂ, ഒരു 1-ാം തീയതി ദിവസം രണ്ടുപേരും കൂടി ഷെയർ ഇട്ടൊരു പൈൻ്റ് എടുത്ത് അവസാനത്തെ പെഗ് ലൗസ് പഠിച്ചപ്പോൾ അച്ഛൻ്റെ അളവ് കുറഞ്ഞു പോയെന്നും പറഞ്ഞാണ് ഇവർ തമ്മിൽ പിരിഞ്ഞത്. അങ്ങനെ അച്ഛൻ ആ ദേഷ്യത്തിന് ഇട്ട പേരാണ് വിശ്വരാജൻ. അപ്പോൾ ഈ വിശ്വരാജൻ എൻ്റെ വീട്ടിലേക്ക് വന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര രസമാണ്. സാധാരണ ഈ മിമിക്രിക്കാർക്ക് പെണ്ണ് കിട്ടത്തില്ലെന്നാണ് പൊതുവെയുള്ള ധാരണ. അതുപോലെ തന്നെയായിരുന്നു എൻ്റെ കാര്യം. ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. ഞാൻ ഏകദേശം ഒരു 10-12 പെണ്ണോളം കണ്ട്, ഒന്നും സെറ്റായില്ല. ഈ കാണുന്ന പെണ്ണുങ്ങളെല്ലാം എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ ഒരൊറ്റ പെണ്ണിനും എന്നെ ഇഷ്ടപ്പെടുന്നില്ല. എന്താ കാരണം? ഈ നത്തുറിഞ്ചി പോലെ ഇരിക്കുന്ന എന്നെ കണ്ടു കഴിഞ്ഞ് ഏതെങ്കിലും പെണ്ണ് ഇഷ്ടപ്പെടുമോ? അതാണ് കാരണം. അതും പോരാഞ്ഞിട്ട് എൻ്റെ ഈ വിഷമം കണ്ടപ്പം അച്ഛന് വളരെ വിഷമമായി. അച്ഛൻ എന്നെയും കൊണ്ട് നേരെ ഒരു ജോൾസിൻ്റെ അടുത്തേക്ക്, എന്താണ് ഈ ചെറുക്കന് വല്ല ചൊവ്വാദോഷവും അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ കാരണമാണ് അച്ഛൻ നേരെ എന്നെ ജോൾസിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ജോൾസിന് അപ്പം തന്നെ അതിന് പ്രശ്നത്തിനൊരു പരിഹാരം കണ്ട്, നിങ്ങൾ വീട്ടിൽ നല്ലൊരു പട്ടിയെ വളർത്തിയാൽ മതി, ഇവൻ്റെ സകല പ്രശ്നങ്ങളും തീരുമെന്ന്. ഞാൻ ഞെട്ടി, എൻ്റെ അച്ഛനും ഞെട്ടി. അച്ഛൻ ജോൾസിനോട് കാരണം ചോദിച്ചു. അപ്പോൾ ജോൾസിൻ പറഞ്ഞതാണ്, കഴിഞ്ഞ കന്നിമാസം ഇവനൊരു പെമ്പട്ടിയെ കല്ലെടുത്തെറിഞ്ഞ് അതിൻ്റെ ശാപമാണ് ഇവന് കല്യാണവും നടക്കാത്തതെന്ന്. എൻ്റെ അച്ഛനാണെങ്കിൽ വളരെ ആലോചിച്ചു. നീ ഇപ്പം പട്ടിയെ വളർത്തണല്ലോ, എവിടെ നിന്ന് കിട്ടും പട്ടി? ജോൾസിൻ പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ തരാന്ന്. എൻ്റെ പൊന്ന് ചേട്ടാ, ജോൾസിന് നല്ല 1-ാം തരം പട്ടിയുടെ ബിസിനസ് ആയിരുന്നു. അത് എനിക്ക് മനസ്സിലായി, പക്ഷെ പാവം പിടിച്ച് എൻ്റെ അച്ഛന് മനസ്സിലായില്ല. അതാണ് സംഭവം. ഇപ്പം സാധാരണ ഇത്രയും വിലയുള്ള ഏകദേശം ഒരു 12,000 രൂപ കൊടുത്താണ് പട്ടിയെ മേടിച്ചത്. ഈ ഇത്രയും വിലയുള്ള പട്ടിയും കൊണ്ട് വരുമ്പോൾ വീട്ടിലെ സ്ത്രീകൾക്ക് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. എൻ്റെ അമ്മ ഒരു അക്ഷരം വേണ്ടിയില്ല. കാരണം എന്താ? എൻ്റെ അമ്മയോട് ഞാൻ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു എന്നാന്നറിയോ? ഏതായാലും 3-4 പട്ടികൾക്ക് ഞാനിവിടെ വെച്ച് വിളമ്പുന്നുണ്ട്, ഇനി ഈ ഒരു പട്ടിക്ക് കൂടി വെച്ച് വിളമ്പുന്നതിന് എനിക്ക് യാതൊരു പ്രശ്നമില്ലട മോനെ എന്നാണ് പറഞ്ഞത്. ഈ വിശ്വരാജൻ വളർന്നപ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നമായി മാറി. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് വീട്ടിലൊരു ചെരുപ്പ് കാണാതെ പോയി പറഞ്ഞാൽ അച്ഛൻ പറയും ആ പട്ടിയുടെ മോൻ എടുത്തുകൊണ്ട് പോയെന്ന്. അച്ഛൻ്റെ പോക്കറ്റിൽ പൈസ കാണാതെ പോയി കഴിഞ്ഞാൽ അച്ഛൻ പറയാം നായൻ്റെ മോൻ എടുത്തുകൊണ്ട് പോയി. ഇതും പോരാഞ്ഞിട്ട് സാധാരണ എല്ലാ പട്ടികൾക്കും വികാരവും വിചാരവും ഉണ്ട്. അതുപോലെ തന്നെ എൻ്റെ അച്ഛനും ഉണ്ടായിരുന്നു വികാരം. എൻ്റെ അച്ഛൻ്റെ പട്ടിക്കും ഉണ്ടായിരുന്നു വികാരം വിശ്വരാജന്. ചിങ്ങം, കന്നി, തുലാം, ധനു, മകരം, കുംഭം, മീനം ഇങ്ങനെ മാസങ്ങൾ പലതുണ്ടെങ്കിലും വിശ്വരാജനെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഒരു മാസം വളരെ വേദനാജനകമായിരുന്നു കന്നിമാസം ആകുമ്പോൾ എന്ത് ചെയ്യുന്നറിയാം? അച്ഛൻ ഈ വിശ്വരാജനെ പിടിച്ച് കെട്ടിയങ്ങിടും. എന്താ മറ്റേ വിശ്വരാജനോടുള്ള കലിപ്പിൽ ആ ലൗസിപ്പിൻ്റെ പ്രശ്നത്തിൽ അച്ഛൻ പിടിച്ചാൽ കെട്ടിയിടും. ഇവൻ്റെ ലൗകിക ജീവിതമല്ല ഇവിടെ അവസാനിച്ചു എന്നും കരുതി വിശ്വരാജൻ അവൻ്റെ വേദനകളും യാതനകളും ഒക്കെ അവിടെ മോങ്ങി തീർക്കുക ചെയ്യാറ്. അങ്ങനെ എങ്ങനെങ്കിലും ഇവന് ഇവിടുന്ന് രക്ഷപ്പെടണം, അച്ഛൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണം. അച്ഛൻ ഇവനെ തേക്കുകയാണെന്ന് ഇവന് മനസ്സിലായി. അങ്ങനെ വീണ്ടും ഒരു കന്നിമാസം എത്തി. അച്ഛൻ പഴയതുപോലെ ചങ്ങലയും മേടിച്ചുകൊണ്ട് വരുന്നത് ഇവൻ കണ്ട്. ഇവൻ ഓടി, അച്ഛനും പുറകെ ഓടി എന്ന് പറഞ്ഞ് 1-1.5 ഓട്ടം ഓടുന്നത്. എൻ്റെ പൊന്ന് ചേട്ടാ, ഈ ഓട്ടത്തിൽ ഇവർ രണ്ടുപേരെയും കൂടെ ഒളിമ്പിക്സിന് വിട്ടായിരുന്നു ആ മെഡലിങ്ങി പോകുന്നതിന്. അമ്മാതിരി ഓട്ടം ഓടി. അതും പോരാഞ്ഞിട്ട് ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വിശ്വരാജൻ തിരിച്ചു വന്ന വരവൊന്ന് കാണേണ്ടതായിരുന്നു. എൻഫീൽഡ് പോലിരുന്ന് വിശ്വരാജൻ തിരിച്ചു വന്നപ്പോൾ M80 കണക്കായി അമ്മാതിരിയായിപ്പോയി. അങ്ങനെ അച്ഛനൊന്നും മിണ്ടിയില്ല. വിശ്വരാജൻ വന്നപ്പോൾ വിളിച്ച് വീട്ടിൽ കയറ്റി. അച്ഛൻ ആ പഴയ തുടലെടുത്ത് വിശ്വരാജൻ്റെ കഴുത്തെ കെട്ടി നേരെ കൊണ്ടുപോയി മൃഗാശുപത്രി കൊണ്ടുപോയി കഴിഞ്ഞ് അപ്പോൾ അവിടെ വെച്ച് അവൻ്റെ പലതും നഷ്ടപ്പെട്ടു. അങ്ങനെ ഇതിൻ്റെ വിഷമത്തിൽ അച്ഛന് ചെയ്തത് വലിയ പാവമാണെന്ന് അച്ഛന് മനസ്സിലായി. കാരണം ഇതൊക്കെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം ചെയ്തപ്പോൾ വലിയ പാവമാണെന്ന് അച്ഛന് മനസ്സിലായപ്പം അച്ഛന് മാനസികമായിട്ട് ഇങ്ങനെ വലിയ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞ്, എടാ മക്കളെ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു തീർത്ഥാടനത്തിന് പോകാം. അത് പഴനി, രാമേശ്വരം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ തീർത്ഥാടനത്തിന് പോകാം. അങ്ങനെ ഞങ്ങൾ പഴനിയിലേക്ക് പോയി. തമിഴ്നാടിൻ്റെ ഏകദേശം ഒരു ഭാഗം എത്തിയപ്പോഴത്തെ ഒരു ചായ കുടിക്കാൻ കയറിയപ്പോഴാണ് ഭയങ്കര രസം. അവിടെ നിൽക്കും നമ്മുടെ ഒറിജിനൽ വിശ്വരാജൻ. പുള്ളിക്കാരൻ അവിടെ നിന്ന് ചായ അടിക്കുകയാണ്. അങ്ങനെ അച്ഛനെ കണ്ടതും വിശ്വരാജൻ ഓടി വന്ന്, അണ്ണേ എന്നെ മന്നിച്ചിടണ്ണേ, ഞാൻ പെരിയ തെറ്റ് ചെയ്തിട്ടെന്ന് പറഞ്ഞ് അച്ഛനെ വന്ന് കെട്ടിപ്പിടിക്കും, ഉമ്മ വെക്കുകയൊക്കെ ചെയ്ത്. അച്ഛന് വളരെ വിഷമം തോന്നി. രണ്ടുപേരും കൂടി നേരെ ചെന്ന് അടുത്തുള്ള ബിവറേജ് ചെന്ന് ഒരു കുറഞ്ഞ പയൻ്റെ എടുത്ത് രണ്ടുപേരും കൂടി അവിടെ അടിച്ച് വിശ്വരാജൻ ഇച്ചിരി കൂടുതൽ അച്ഛനും ഒടിച്ച് ആ പഴയ കണക്കങ്ങ് തീർത്ത് നേരെ വിശ്വരാജൻ അച്ഛനെയും കൊണ്ട് വിശ്വരാജൻ്റെ വീട്ടിൽ ചെന്നപ്പോഴാണ് ആ നഗ്നമായ സത്യം അച്ഛൻ മനസ്സിലാക്കിയത്. വിശ്വരാജൻ്റെ വീട്ടിലെ പട്ടിക്ക് അച്ഛൻ്റെ പേരായിരുന്നു സരസൻ.